നമസ്കാരം. ക്രിക്കറ്റ് താരങ്ങൾക്ക് വലിയ ആരാധക പിന്തുണയും സ്വീകാര്യതയും എല്ലാ കാലത്തും ലഭിക്കാറുണ്ട്. ഗ്ലാമർ മേഖല എന്ന് തന്നെ ക്രിക്കറ്റിനെ വിശേഷിപ്പിക്കാം. കോടികൾ ഒഴുകുന്ന ക്രിക്കറ്റിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കാത്തവർ വിരളമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ക്രിക്കറ്റ് താരങ്ങളെ പോലെ തന്നെ അവരുടെ കുടുംബജീവിതവും സ്വകാര്യ ജീവിതങ്ങളും എല്ലാം തന്നെ ആരാധകരുടെ ഇഷ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഗോസിപ്പ് കോളങ്ങളിൽ പേര് വരാത്ത ക്രിക്കറ്റ് താരങ്ങൾ ചുരുക്കമാണെന്ന് തന്നെ പറയാം. ക്രിക്കറ്റിലെ പല താരങ്ങളും ഇന്ന് വിവാഹമോചിതരായത് ഗോസിപ്പ് കോളങ്ങളിലെ ആഘോഷ വാർത്തയായിരുന്നു. പല താരങ്ങളുടെയും വൈവാഹിക ജീവിതത്തിലെ തകർച്ച അവരുടെ കരിയറിനെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ച് ചില താരങ്ങൾ തിരിച്ചു വന്നിട്ടുമുണ്ട്. ഉറ്റ സുഹൃത്തുക്കളും ഭാര്യയും ചേർന്ന് ചതിച്ചിട്ടും തിരിച്ചുവരവ് നടത്തിയവർ വളരെ വിരളമാണ്. ഇതാരൊക്കെയാണ് എന്ന് വിശദമായി നോക്കാം. ഇതിലൊന്നാമത്തെ തരം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ദിനേശ് കാർത്തിക്കാണ്. ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ദിനേശ് കാർത്തിക് MS ധോണിക്ക് മുൻപ് ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിച്ച താരം കൂടിയാണ്. എന്നാൽ ഇന്ത്യൻ ടീമിനൊപ്പം വലിയൊരു കരിയർ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. കാർത്തിക്കിന്റെ കുടുംബജീവിതം വലിയ തകർച്ച നേരിട്ടതാണ്. കാർത്തിക്കിന്റെ ആദ്യ വിവാഹം ബാല്യകാല സുഹൃത്തായ നികിത വഞ്ചാരയുമായിട്ടായിരുന്നു. ഈ ബന്ധത്തിൽ ഇരുവർക്കും ഒരു കുഞ്ഞുമുണ്ടായിരുന്നു. എന്നാൽ കാർത്തിക് അറിയാതെ ഇന്ത്യൻ ടീമിലെ സഹതാരമായ മുരളി വിജയുമായി നികിതയ്ക്ക് പ്രണയമുണ്ടായിരുന്നു. കാർത്തിക്കും വിജയും തമിഴ്നാടിനായും ഇന്ത്യക്കായും ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. വിജയ് കാർത്തിക്കുമായുള്ള സൗഹൃദം മുതലെടുത്താണ് അദ്ദേഹത്തെ ചതിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ബന്ധം മനസ്സിലാക്കിയ കാർത്തിക നികിതയുമായുള്ള ബന്ധം വേർപിരിയുകയായിരുന്നു. നികിത പിന്നീട് മുരളി വിജയെ വിവാഹം കഴിച്ചു. കാർത്തിക് ഇന്ത്യയുടെ സ്ക്വാഷ് താരമായ ദീപിക പള്ളിക്കലിനെയും വിവാഹം ചെയ്തു. ഇപ്പോൾ അവർ സുഖമായി ജീവിക്കുകയാണ്. ഇനി ഇക്കൂട്ടത്തിലെ രണ്ടാമത്തെ താരം ശ്രീലങ്കയുടെ വെടിക്കെട്ട് ഓപ്പണറായ തിലകരത്ന ദിൽഷനാണ്. ശ്രീലങ്കയ്ക്കായി 3 ഫോർമാറ്റിലും കസറിയ ദിൽഷനും ഭാര്യയുടെ ചതി നേരിട്ട താരമാണ്. ശ്രീലങ്കൻ ടീമിൽ ദിൽഷന്റെ ഓപ്പണിംഗ് പങ്കാളിയായിരുന്നു ഉപുൽ തരംഗ. രണ്ടുപേരും തമ്മിൽ മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടുകളായിരുന്നു സൃഷ്ടിച്ചിരുന്നത്. ഈ ബന്ധം ഇവർക്കിടയിലെ സൗഹൃദവും മെച്ചപ്പെടുത്തി. എന്നാൽ ഉപുൽ തരംഗ ഈ ബന്ധം ദുരുപയോഗം ചെയ്തു. ദിൽഷന്റെ ഭാര്യയായ നിലങ്ക വിതനാഗയുമായി ഉപുൽ തരംഗ പ്രണയത്തിലാവുകയായിരുന്നു. ഇരുവരുടെയും ബന്ധം തിരിച്ചറിഞ്ഞ ദിൽഷൻ നിലങ്കയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തുകയായിരുന്നു. പിന്നീട് ഉപുൽ തരംഗ നിലങ്കയെ വിവാഹം കഴിക്കുകയായിരുന്നു. ഇതോടെ ദിൽഷനും ഉപുൽ തരംഗയും തമ്മിലുള്ള ബന്ധം മോശമാവുകയും 2 അടുത്ത സുഹൃത്തുക്കൾ വലിയ ശത്രുക്കളായി മാറുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ഈ പ്രതിസന്ധിക്കിടയിലും കരിയർ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ദിൽഷന് സാധിച്ചു. ശ്രീലങ്കയുടെ സൂപ്പർ താരമായാണ് ദിൽഷൻ വിരമിച്ചത് തന്നെ. മുൻ ഓസ്ട്രേലിയൻ സൂപ്പർ പേസറായ ബ്രെറ്റ് ലീക്കും സമാന അവസ്ഥയായിരുന്നു ഉണ്ടായത്. ആദ്യ ഭാര്യയിൽ നിന്ന് ചതി നേരിടുകയായിരുന്നു. 2006 എലിസബത്ത് കെമ്പിനെയാണ് ബ്രെറ്റ് ലീ വിവാഹം ചെയ്തത്. എന്നാൽ 2 വർഷത്തിനുള്ളിൽ ഈ ബന്ധം തകരുകയായിരുന്നു. റഗ്ബി താരവുമായി കെമ്പിനുണ്ടായിരുന്ന രഹസ്യ പ്രണയമാണ് ബ്രെറ്റ് ലീയുമായുള്ള ബന്ധം തകരാൻ കാരണമായത്. ഇതിനുശേഷം ലാൻഡ ആൻഡേഴ്സനെ ബ്രെറ്റ് ലീ വിവാഹം ചെയ്യുകയായിരുന്നു. ഈ 3 പേരും ഭാര്യയിൽ നിന്നും സുഹൃത്തിൽ നിന്നും ചതി നേരിട്ടുവെങ്കിലും അവർ ക്രിക്കറ്റിൽ അല്ലെങ്കിൽ കരിയറിൽ അവർ അവിടെ തളർന്നു നിന്നില്ല. അവർ പോരാടുകയായിരുന്നു. മികച്ച രീതിയിൽ പോരാടി തന്നെയാണ് അവർ ക്രിക്കറ്റ് കരിയറിൽ നിന്ന് വിരമിച്ചത്.